ഫ്യൂച്ചർ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഫ്യൂച്ചർ പോലും ഇല്ലാതാക്കി കളഞ്ഞ 2-3 പേര് എന്റെ ലൈഫിൽ വന്നു പോയായിരുന്നു. അതില് രണ്ടുപേരെ വ്യക്തമായി പലർക്കും അറിയായിരിക്കും. അപ്പൊ ഞാൻ അവരുടെ പേരൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഓസി ഡോക്കീൻസ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് നമ്മുടെ ദിയ കൃഷ്ണ, ഹാന കൃഷ്ണയുടെ അനിയത്തിയുമായിട്ടുള്ള അതേപോലെ യൂട്യൂബറൊക്കെ ആയിട്ടുള്ള ദിയ കൃഷ്ണ. അപ്പൊ ദിയ കൃഷ്ണയുടെ മാരേജ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഈ ഒരു മാരേജിന്റെ സമയത്ത് തന്നെ ഇവരുടെ ഈ ദിയ കൃഷ്ണ എന്ന് പറഞ്ഞ ചില കോൺട്രവേഴ്സികളിനകത്തേക്ക് അടുത്ത് തന്നെ നമ്മൾ ഇഷ്ടംപോലെ ദിയ കൃഷ്ണനെ കണ്ടിട്ടുണ്ട്. കാര്യം ഇപ്പൊ ഈ നമ്മുടെ മറ്റേ പ്രാവിന് തീറ്റ കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ ഈ നമ്മുടെ കൃഷ്ണകുമാർ പ്രാവിന് തീറ്റ കൊടുത്തപ്പോൾ അതിനെ പറ്റി ഉണ്ടായ കോൺട്രവേഴ്സികളും അതേപോലത്തെ കോൺട്രവേഴ്സികളിനകത്തൊക്കെ ദിയ കൃഷ്ണൻ പല രീതിക്ക് ഭാഗമായിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഒരു കോൺട്രവേഴ്സിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതായത് ദിയ കൃഷ്ണയുടെ മാരേജിന് മുന്നേ തന്നെ ഈ ഫസ്റ്റ് ഒരു പ്രപ്പോസൽ വീഡിയോ ഒക്കെ ഇറക്കിയല്ലോ, ആ ഒരു ടൈമിനകത്ത് തന്നെ ഇവരൊരു ചെറിയൊരു താലികെട്ട് പോലത്തെ ഒരു സംഭവം നടത്തിയിട്ടുണ്ടായി. ഇവർ രണ്ടുപേരും കൂടെ, അതായത് കുറച്ച് ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട്. അപ്പൊ ആ ഒരു വീഡിയോ പുറത്ത് ഇവർ തന്നെ ഇട്ടിട്ടുണ്ടായി. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും ആൾക്കാർ പറയുന്നത് ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ ഒരു മാരേജ് നടത്തുന്നത് അന്ന് വേറൊരു മാരേജ് നടത്തി, അപ്പൊ ഇത് നാട്ടുകാരെ പറ്റിക്കലല്ലേ എന്നുള്ള രീതിക്ക് ഒരു ടോക്ക് കാര്യങ്ങളൊക്കെ വന്നേച്ച്. അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ദിയ കൃഷ്ണ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു റീൽ ഇട്ടിട്ടുണ്ടായി. ഇപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു. അടുത്ത് ഇട്ടൊരു റീൽ ഉണ്ടായിരുന്നു, അശ്വിന്റെ എന്റെയും മുമ്പത്തെ ലിറ്റിൽ സീക്രട്ട് എന്ന് വേണം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട് കുറെ പേര് വന്നിട്ട് അച്ഛനെയും അമ്മേനെ ഡിസ്റെസ്പെക്ട് ചെയ്തു, വീട്ടുകാരറിയാതെ നേരത്തെ കെട്ട് കഴിഞ്ഞു. കെട്ട് കഴിഞ്ഞില്ല നമ്മുടെ, അത് നമ്മുടെ രണ്ടുപേരുടെയും ഒരു ബിലീഫ് മാത്രമായിരുന്നു. നമ്മൾ അന്നേ ലീഗലി കെട്ടിയെങ്കിൽ ഇപ്പൊ നമ്മൾ എന്നെ വീണ്ടും ഒരു കെട്ട് നടത്തുന്നത് അതിന്റെ ഒരു ആവശ്യം എനിക്കില്ല. ഇത്രയും പൈസ ചെലവാക്കി ഒരു കല്യാണം നടത്തേണ്ട ആവശ്യം ഒട്ടുമേ ഇല്ല. പ്രത്യേകിച്ച് എനിക്ക് പൈസ അത്രയ്ക്ക് ചെലവാക്കാൻ ഇഷ്ടമില്ലാത്തതാണ് ഇത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള വെഡിങ് ഞാൻ നടത്തിയത്. അത് വേറെ കാര്യം. അശ്വിനും എനിക്കും താല്പര്യമില്ല. നമ്മൾ രണ്ടുപേരും നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടൊരു കാര്യമാണ്, കല്യാണം ലീഗലി നടത്തുന്നെങ്കിൽ വീട്ടുകാരെ മുഴുവൻ വിളിച്ച് അവരുടെ ബ്ലെസ്സിങ്സോടെ മാത്രമേ നടത്താൻ പറ്റൂ. അത് അശ്വിന്റെ എന്റെയും ഒരു പാക്ട് ആയിരുന്നു വിച്ച് വി ഹാഡ്. ബട്ട് എന്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ള ഒരുവിധം എന്നെ എനിക്ക് 5-6 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, whoever came into my life came with fake promises and cheated on me. എനിക്ക് ലൈഫിൽ എന്റെ ഫ്യൂച്ചർ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഫ്യൂച്ചർ പോലും ഇല്ലാതാക്കി കളഞ്ഞ 2-3 പേര് എന്റെ ലൈഫിൽ വന്നു പോയായിരുന്നു. അതില് രണ്ടുപേരെ വ്യക്തമായി പലർക്കും അറിയായിരിക്കും. അപ്പൊ ഞാൻ അവരുടെ പേരൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ബട്ട് അശ്വിന് അതൊക്കെ പലതും അശ്വിൻ കണ്ടിട്ടുണ്ട്. എന്റെ ലൈഫ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിന്ന് കണ്ടിട്ടുണ്ട്. വാട്ട് ഓൾ ഹാവ് സഫേർഡ്, വാട്ട് ഓൾ ഹാവ് ബീൻ ത്രൂ. ഹി ഡിഡ്ന്റ് വാണ്ട് ടു പുട്ട് മീ ത്രൂ ഓൾ ദാറ്റ്. എന്നെ ഇഷ്ടമാണ് എന്ന് അയക്ക് ബോധ്യപ്പെട്ട സമയം തന്നെ എന്നെ അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എന്നോട് പറയുകയും ചെയ്തു, എനിക്ക് നിന്നൊരു ഗേൾ ഫ്രണ്ട് ആയിട്ട് കാണണമെന്നില്ല, എനിക്ക് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് നിന്നെ എന്റെ വൈഫായിട്ട് കാണുന്നതാണ് ആഗ്രഹം. എനിക്ക് നമ്മൾ കല്യാണം കഴിക്കണം എന്നൊന്നുമില്ല എന്നെ, പക്ഷെ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് വൈഫായിട്ട് തന്നെ നിന്നെ കാണണം. ഇത് ഞാൻ ആദ്യമായിട്ട് ഒരാളുടെ വായന്ത് കേൾക്കുന്നത്. എന്നെ ആരും ഓക്കെ. അപ്പൊ ദിയ കൃഷ്ണനോട് പറഞ്ഞത് കേട്ടല്ലോ, അതായത് ഇപ്പൊ അവര് തമ്മിൽ നേരത്തെ ഒരു മാരേജ് എന്നുള്ള ഒഫീഷ്യൽ ആയിട്ട് അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ടായില്ല. ഇവർ രണ്ടുപേരും അവരവരുടെ ഇഷ്ടത്തോടെ ഇപ്പൊ അവര് പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഒരു ചെറിയൊരു താലികെട്ട് പോലത്തെ ഒരു സംഭവം നടത്തി. അതായത് അവരുടെ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് അവർ നടത്തിയ ഒരു സംഭവമാണ്. അല്ലാണ്ട് അതൊന്നും ഒഫീഷ്യൽ ആയിട്ട് അത് ഇവരുടെ മാരേജ് ഓൾറെഡി കഴിഞ്ഞു അങ്ങനത്തെ സംഭവം അല്ല അത് എന്നാണ് ദിയ കൃഷ്ണൻ പറയുന്നത്. പിന്നെ ദിയ കൃഷ്ണൻ ഇതിനകത്ത് പറഞ്ഞൊരു കേസ് ഉണ്ട്, അതായത് ഈ അശ്വിൻ എന്നോട് ഇഷ്ടമുണ്ടെന്ന് തോന്നിയ സമയത്ത് തന്നെ അശ്വിൻ അത് പറഞ്ഞേച്ചു എന്നുള്ളൊരു കാര്യം ദിയ കൃഷ്ണൻ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രപ്പോസൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അവരൊരു വീഡിയോ ഇറക്കിയിട്ട് അവർ പ്രപ്പോസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കാണിച്ചത് എന്തിനാണെന്നുള്ളൊരു വലിയൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞൊരു സംഭവം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അതിനകത്ത് എന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിപ്പോ ഒരു ജെനുവിനിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നേരത്തെ ഇഷ്ടമുണ്ടായി, അത് പറഞ്ഞെന്നും പറയുന്നുണ്ട്. പിന്നെ ആ ഒരു പ്രപ്പോസൽ ചെയ്തപ്പോൾ അവിടെ ഞെട്ടിത്തരിച്ച് നിന്നതൊക്കെ വെറുതെ ഒരു ഷോ മാത്രം, ബാക്കിയുണ്ടോ? എന്നെ ആരും അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനും അയാളോട് പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് മേക്ക് എ പ്രോമിസ് ടു ഈച്ച് അതർ. യു ഗെറ്റ് മീ എ ചെയിൻ, നമുക്ക് അതിനൊരു മംഗൾസൂത്രമായിട്ട് തന്നെ എടുക്കാം. നമുക്കൊരു ടെമ്പിളിന്റെ മുന്നിൽ പോയി ലെറ്റ്സ് പ്രേ ടു ഗോഡ്, താൻ എനിക്ക് ആ മംഗൾസൂത്രം ഇട്ടുക, ജസ്റ്റ് എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ഹി വാസ് ഓൾസോ ലൈക്ക് യെസ് ഓക്കെ. ആൻഡ് ആ മംഗൾസൂത്രയില് ഇവിടെ നടുക്ക് ഗോൾഡ് ബോൾസ് ആയിരുന്നു. അതിന് നമ്മൾ ഗോൾഡ് ബോൾസ് മാറ്റി ആ സെയിം മംഗൾസൂത്രത്തിൽ തന്നെ ഡയമണ്ട് ഇട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന എന്റെ താലി മംഗൾസൂത്രം. സോ യാ, അത് അന്ന് ജസ്റ്റ് എനിക്ക് മേടിച്ചിട്ട് തന്നെയാണ്. അന്ന് എന്റെ 2-3 ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു, ക്ലോസ് ഫ്രണ്ട്സ്. അവരവിടെ വന്നിരുന്നു, നമ്മുടെ കൂടെ പങ്കുചേർന്നു. പിന്നെ കുറെ പേര് ചോദിച്ചു, ഇത്രയും സീക്രട്ട് ആയിട്ടുള്ള സാധനമാണോ വീഡിയോ എടുക്കുന്നത്? ഞാൻ സീക്രട്ട് ആയിട്ട് ചെയ്യുന്ന എന്തൊരു സാധനം വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് എന്റെ ഒരു ഇഷ്ടമാണ്. ബിക്കോസ് ഇത് ഞാൻ ഫ്യൂച്ചറിൽ റീൽ ഇടാം, നമുക്കൊരു റീൽ ഉണ്ടാക്കി ഇടാം എന്ന് പറഞ്ഞേ അല്ല അന്ന് വീഡിയോ എടുത്തത്. അത് അത്രേ ഉള്ളൂ. അവരൊരു സംഭവം ചെയ്യണേന്ന് അതിപ്പോ സീക്രട്ട് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നല്ലാതെ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു സംഭവം സീക്രട്ട് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ ഇഷ്ടമാണ് അത് വീഡിയോ എടുക്കണോ വേണ്ടയോ, അത് കഴിഞ്ഞിട്ട് ഭാവിനകത്ത് അത് പബ്ലിക്കിനെ കാണിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇത് പബ്ലിക്കിനകത്ത് ഇട്ട് കഴിയുമ്പോൾ പബ്ലിക് പല അഭിപ്രായം അതിനകത്ത് പറയും. അതിനകത്തേക്ക് ഞാൻ വരാം. അപ്പൊ നമുക്ക് ബാക്കി കൂടെ കണ്ടുപോകാം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് വരാം. എന്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു.
വളരെ ഹാപ്പി. എന്റെ ഫ്രണ്ട്സ് പോലും വെരി ഹാപ്പി ഫോർ ബോത്ത് ഓഫ് us ബിക്കോസ് അശ്വിൻ ആയാലും ഞാനായാലും നമ്മൾ രണ്ടുപേരും there was some connection between us. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അന്നേ അറിയായിരുന്നു. they knew it. they were just there happy for us. അപ്പൊ അവരുടെ ഫോണില് വിത്ത് ഹാപ്പിനെസ് they were just clicking photos and videos അന്ന് അവിടെ വെച്ചിട്ട്. അപ്പൊ അവരുടെ ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയ വീഡിയോ ആയിരുന്നു അത്. അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് വാ പോയി പോസ്റ്റ് ചെയ്തൊന്ന് ഫോട്ടോ എടുക്കാം എന്നും പറഞ്ഞ് പോയതല്ല. നമ്മൾ ജസ്റ്റ് ബാംഗ്ലൂരിലുള്ള ഒരു ചെറിയ അമ്പലത്തിന്റെ വെളിയിൽ പോയി ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് അശ്വിൻ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു കരിമണി മാല ഉണ്ടായിരുന്നു. അത് നമുക്ക് അതായിരുന്നു അഫോർഡ് ചെയ്യാൻ പറ്റിയത്. ഹി ജസ്റ്റ് പുട്ട് ദിസ് ഫോർ മീ. അത് ഇട്ട് തന്നു. ദാറ്റ്സ് ഓൾ. അപ്പൊ എനിക്ക് വേറെ മംഗളസൂത്രം മേടിക്കണം എന്ന് പോലും ഇല്ലായിരുന്നു കല്യാണത്തിന്. ദാറ്റ് ആ മംഗളത്തെ തന്നെ ഡയമണ്ട് ഇട്ടിട്ട് നമ്മൾ ഇട്ടതാ. ഇറ്റ് വാസ് ജസ്റ്റ് എ പ്രോമിസ് മെയ്ഡ് ടു ഈച്ച് അതർ. അല്ല നമ്മൾ ലീഗലി രജിസ്റ്റർ മാരേജും ചെയ്ത് കല്യാണം കഴിച്ച് ഒളിച്ചോടിപ്പോയതൊന്നും അല്ല. നമ്മൾ ബാംഗ്ലൂരിൽ വെക്കേഷന് വേണ്ടി പോയതാണ്. ആ ടൈമിൽ വി മെയ്ഡ് എ പ്രോമിസ് ടു ഈച്ച് അതർ. അത് വീട്ടുകാരെ പറ്റിക്കുന്നതല്ല. ഇറ്റ്സ് എ പ്രോമിസ് ടു പീപ്പിൾ ഹു ആർ ഇൻ ലവ് ദേ മേക്ക്. ദാറ്റ്സ് ഓൾ. ഓക്കെ. അപ്പൊ അവരുടെ ഇഷ്ടമാണ്, അവരെന്ത് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പൊ അവര് മാരേജ് ചെയ്തത് ആ ഒരു സംഭവമൊക്കെ അവര് പറഞ്ഞല്ല. അതായത് ഞങ്ങളുടെ ഇഷ്ടത്തിന് അവരവരുടെ ഇഷ്ടമാണ്, അവരെന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ആ ഒരു സംഭവം അതിനകത്ത് ഒന്നും എനിക്ക് ദിയാകൃഷ്ണനോട് യാതൊരു എതിർപ്പില്ല. കാര്യം അവരവരുടെ ഇഷ്ടം തന്നെയാണ്. അതൊക്കെ ഇത് പബ്ലിക്കിനെ കാണിക്കാന്നുള്ളതും അവരവരുടെ ഇഷ്ടം തന്നെയാണ്. ബാക്കിയാണ്. മനസ്സിലായില്ലേ? അത് സ്നേഹത്തിന്റെ വാല്യൂ റിലേഷൻഷിപ്പിന്റെ വാല്യൂ അറിഞ്ഞൂടാത്തവരെ കൊണ്ട് മാത്രമേ അതിന്റെ അടിയിൽ വന്നിങ്ങനെ കമന്റ് ചെയ്യാൻ പറ്റൂ. അത് വേറെ കാര്യം. പിന്നെ അഫ്കോഴ്സ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാവും. പക്ഷെ അത് കാണിക്കേണ്ടത് എന്റെ കമന്റ് സെക്ഷനിലല്ല. ട്രൈ ടു ടോക്ക് ഇറ്റ് ഔട്ട് ഇൻസൈഡ് യുവർ ഫാമിലി. ട്രൈ ടു സോൾവ് യുവർ ഇഷ്യൂസ് ഇൻസൈഡ് യുവർ ഫാമിലി. മനസ്സിലായില്ലേ? ഇഫ് യു വോണ്ട് ടു ഷോ യുവർ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഷോ ഇറ്റ് ഓൺ മൈ വീഡിയോ. ബിക്കോസ് എനിക്ക് പോസിറ്റിവിറ്റി മാത്രം ഇഷ്ടമുള്ള ഒരാളാണ്. എന്റെ ലൈഫിൽ ഞാൻ അത്രയ്ക്ക് നെഗറ്റിവിറ്റി കണ്ടുള്ള ആളാണ്. സോ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എന്റെ ഓണം വ്ളോഗിന്റെ അടിയിൽ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു കം വിത്ത് മോർ ഓണം വൈബ്, നല്ലൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ്. നമ്മുടെ വെഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്നെ പറ്റി പുകഴ്ത്തി പറയാൻ ഒന്നുമേ വേണ്ട. ജസ്റ്റ് ഒരു ഹാപ്പി ഓണം മതി. ഹാപ്പി ഓണം അത് മാത്രം മതി. നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഈ ഒരു കമന്റ് സെക്ഷൻ അവരെ എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുള്ളൂ. അപ്പൊ നിങ്ങൾ വെറുതെ ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും പോയി യൂസർ 7585 എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടും കൊണ്ട് വരണം. നിങ്ങൾക്കും അതൊരു എന്താ പറയാ ഒരു ടൈം എഫേർട്ടാണ്. എനിക്ക് പിന്നീട് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന ടൈമും എഫേർട്ടുണ്ട്. രണ്ടുപേരും ടൈമും എഫേർട്ട് ഓണത്തിന്റെ നമുക്ക് വേസ്റ്റ് ആക്കണ്ട. സോ തെറി വിളിക്കാൻ തോന്നുന്നവർ പോലും അടുത്തൂടെ വരിക, വീഡിയോ കാണുക, പോവുക. ഇവിടെയാണ് എനിക്ക് ദിയാകൃഷ്ണനോടൊരു എതിർപ്പും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ അവര് പറയുന്നുണ്ടല്ലോ എല്ലാവരും വന്നിട്ട് എന്റെ അടിയിൽ ഹാപ്പി ഓണം പറഞ്ഞാൽ മാത്രം മതി, അല്ലാണ്ട് നെഗറ്റിവിറ്റി ഒന്നും ഇതിന്റെ അടിയിൽ കൊണ്ട് ഇടരുത് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടല്ലല്ലോ ഈ യൂട്യൂബിനകത്തോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയനകത്തോ വന്ന് വീഡിയോ ഇടുന്നത്. ഇത്ര നാളും നിങ്ങൾ ഇവിടെ തന്നെയല്ലേ സോഷ്യൽ മീഡിയനകത്ത് തന്നെയല്ലേ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഈ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു സാധനം ഈ സോഷ്യൽ മീഡിയനകത്ത് കൊണ്ടുവന്നിടുമ്പോഴത്തേക്ക് എല്ലാവരും അതിനെ പോസിറ്റീവായിട്ട് മാത്രം നോക്കി കാണണമെന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല. പല രീതിക്കുള്ള ആൾക്കാരാണ് ഈ ഒരു സാധനം കാണുന്നത്. ഇപ്പൊ എന്റെ ഈ വീഡിയോന്റെ അടിയിൽ തന്നെ എന്തൊക്കെ കമന്റ് വരുമെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ആ ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ ദിയാകൃഷ്ണ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവരൊരു സാധനം പബ്ലിക്കിനകത്ത് ഇടുമ്പോൾ, പ്രത്യേകിച്ച് മാരേജ് റിലേറ്റഡ് ആയിട്ടും അതേപോലത്തെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ പല രീതിക്കുള്ള കമന്റുകൾ വരും. അതിപ്പോ നെഗറ്റീവായിട്ട് ഈ തെറി വിളിക്കുന്നവരെ പറ്റി അല്ലാട്ടോ ഞാൻ പറയുന്നത്, നെഗറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോനകത്ത് എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവർ നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ എന്റെ വീഡിയോനകത്ത് ഞാൻ ചെയ്യുന്ന ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരുന്ന ആള് ഉറപ്പായിട്ട് നല്ല ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒന്നും വേണ്ട. എല്ലാവരും പോസിറ്റിവിറ്റിയും ഹാപ്പി ഓണം മാത്രം മതി. ഈ ഹാപ്പി ഓണം മാത്രം മതിയെങ്കിൽ ഈ വീഡിയോ എടുത്തിട്ട് വല്ല വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ അതിന്റെ അടിയിൽ വന്ന് ഹാപ്പി ഓണം ഇടും. അല്ലാണ്ട് പബ്ലിക്കിനെ കാണിക്കുമ്പോഴത്തേക്ക് എല്ലാവരും അതിന്റെ അടിയിൽ വന്ന് ഹാപ്പി ഓണം ഇടുമെന്ന് എനിക്ക് തോന്നുന്നുള്ളത്. ബാക്കിയുണ്ട് ഒന്ന് കമന്റ് ചെയ്യണ്ട. ഇഫ് യു കനോട്ട് ഓപ്പൺ യുവർ മൗത്ത് ടു സേ എ കൈൻഡ് വേർഡ്, ഡോണ്ട് ഓപ്പൺ ഇറ്റ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. സോ ഹാപ്പി ഓണം. ഞാൻ തക്കുന്ന മേക്കപ്പ് ഇടട്ടെ. മേക്കപ്പ് ഇടുന്ന മൊത്തം സെഷൻ ഒന്നും കാണിക്കുന്നില്ല. മേക്കപ്പ് ഇട്ടതിന് ശേഷം അശ്വിന്റെ സാറേന്ന് മേടിച്ചെടുത്ത് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലിനൻ ഷർട്ട് ഉണ്ട്. ഇറ്റ് വേ ദാറ്റ് അതൊക്കെ ഇട്ട് നമ്മൾ ടക്കുന്ന വീട്ടിൽ പോട്ടെ. വീട്ടിലെല്ലാവരും റെഡിയായി തുടങ്ങി. വീടെത്തിയിട്ട് ഉടനെ നമുക്ക് കാണാം. ലിയാൻ ഓക്കെ. അപ്പൊ അതാണ് ദിയാകൃഷ്ണയുടെ ഒരു വീഡിയോ. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ അവർ ആ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം. അപ്പൊ അതൊക്കെ ക്ലാരിഫൈ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പബ്ലിക്കിനകത്ത് എന്തൊക്കെ ചടങ്ങാണല്ലേ. നമ്മളിപ്പോ ഒരു സാധനം പബ്ലിക്കിനകത്ത് കിട്ടി കഴിയുമ്പോഴത്തേക്കും പബ്ലിക് അതിന്റെ മുന്നും പിന്നും ഒക്കെ അരിച്ചു പറക്കിയിട്ട് പറയും, ഓ അവരവിടെ ഒരു കല്യാണം നടത്തിയിട്ട് ഇപ്പൊ ഇവിടെ ഒന്ന് ഫേക്ക് കല്യാണം നടത്തുന്നു, അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് അവിടെ ഇടും. അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് പിന്നെയും വീഡിയോ ഇട്ട്, പിന്നെ അതിനൊരു കുറെ പേര് റിയാക്ട് ചെയ്ത് എന്നെ പോലുള്ളവര് വേറെ അതിനൊരു വീഡിയോ ഇട്ട്. അപ്പൊ എല്ലാവർക്കും
എല്ലാവർക്കും അതൊരു കണ്ടന്റ് ആണ്, അവർക്കും കണ്ടന്റ്, നമുക്കും കണ്ടന്റ്, എല്ലാവർക്കും കണ്ടന്റ്. പിന്നെ ഇതിന്റെ അടിയിൽ വരെ കമന്റിന്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ഒരു കമന്റിയുടെ സൈഡിനകത്ത് കൊടുക്കും, ഇതേപോലെ പല പല കമന്റുകൾ അതിന്റെ അടിയിൽ വരും. ഇപ്പം നല്ല രീതിക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതേപോലത്തെ ഒന്നും പാടില്ല, എല്ലാവരും നല്ലത് മാത്രം പറയണം. എന്റെ വീഡിയോ കണ്ടിട്ട് ഹാപ്പി ഓണം, മുത്തുമണികൾ, നല്ല മണികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല രീതിക്കുള്ള കമന്റുകൾ മാത്രം വന്നോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കാണ്ടിരിക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്താണ് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെല്ലൈക്കൺ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.